ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ, സ്റ്റേഷൻ കീപ്പിംഗ്, ആറ്റിറ്റ്യൂഡ് കൺട്രോൾ, ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. എർത്തിൽ എത്ര ഹൈറ്റിലാണ് സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലിയോ, മിയോ, ജിയോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഓർബിറ്റിലായിട്ട് നമ്മൾ തിരിച്ചിട്ടില്ലേ, അതാണ് ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ആൾട്ടിറ്റ്യൂഡിലാണോ അത്രത്തോളം ഹൈറ്റിലാണോ അതിനനുസരിച്ചാണ് കവറേജ്, എത്ര കവറേജ് ഏരിയ ഉണ്ട്, ഏത് ഓർബിറ്റൽ ടൈപ്പാണ്, കമ്മ്യൂണിക്കേഷൻ റേഞ്ച് എത്രയാണ്, എത്രത്തോളം ഡിലേ വരും ആ കമ്മ്യൂണിക്കേഷനിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് കൺട്രോളാണ്. വൺസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സഡ് ആയിരിക്കും, ഹൈറ്റ് ഈസ് ഫിക്സഡ്. ഇനി സ്റ്റേഷൻ കീപ്പിംഗ് മെയിൻറ്റെയിൻ ഓർബിറ്റൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്. അതായത് ഓർബിറ്റിനെ, അതിൻ്റെ ഡ്രിഫ്റ്റിനെ അത് പ്രിവെൻറ്റ് ചെയ്യും, സ്റ്റേഷൻ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ത്രസ്റ്റേഴ്സ്, സ്മോൾ എയർ ജെറ്റുകൾ പാസ് ചെയ്തിട്ട് അതിനെ സ്റ്റേഷൻ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ദ ഓർബിറ്റൽ പൊസിഷൻ. നോർത്ത് സൗത്ത് സ്റ്റേഷൻ കീപ്പിംഗ് ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് സ്റ്റേഷൻ കീപ്പിംഗ്, റേഡിയൽ സ്റ്റേഷൻ കീപ്പിംഗ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ റെഗുലറായ കറക്ഷൻസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് സ്റ്റേഷൻ കീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ ചെറിയ വേരിയേഷൻസ് വരെ സിഗ്നൽ ക്വാളിറ്റിയെ ബാധിക്കുന്നതുകൊണ്ട് സ്റ്റേഷൻ കീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യാണ്. അതായത് സാറ്റലൈറ്റിലെ ആൻറ്റിന, ഇൻസ്ട്രുമെൻറ്റ് ഇവയൊക്കെ കറക്റ്റായിട്ട് തന്നെയല്ലേ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ. ഡിഫറെൻറ്റ് മെത്തേഡാണ്: ഗ്രാവിറ്റി ഗ്രേഡിയൻറ്റ്, സ്പിൻ സ്റ്റെബിലൈസേഷൻ, മാഗ്നറ്റിക് ടോർക്ക്, ഫ്ലൈ വീൽ, ത്രസ്റ്റേഴ്സ്. പ്രിസൈസ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ അത്യാവശ്യമാണ്. സോ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ, സ്റ്റേഷൻ കീപ്പിംഗ്, ആറ്റിറ്റ്യൂഡ് കൺട്രോൾ, ഇത് ഓരോന്നും സാറ്റലൈറ്റിൻ്റെ പെർഫോമൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്.